ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ കാരണം എനിക്ക് 2 ദിവസമായിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റിയിട്ട് എനിക്ക് നെടുമങ്ങാട് ഇഷ്യൂ, ഞാൻ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ആ ഒരു കുഞ്ഞു മോൻ്റെ മുഖം, അതായത് അവൻ്റെ നിഷ്കളങ്ക നിറഞ്ഞ മുഖം നമുക്കത് കാണുമ്പം നമുക്കിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ആക്കാൻ വയ്യ, ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സോഷ്യൽ മീഡിയ ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അപ്പോഴൊക്കെ ഈ കുഞ്ഞു മോൻ്റെയും ഈ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അവൻ്റെ നിഷ്കളങ്ക ഒരു ഭാവം ഉണ്ടല്ലോ, അവനിങ്ങനെ 2 കൈ ഒടിഞ്ഞ് അയാൾ റീല് ചെയ്യുന്ന ഒരു ചലഞ്ചോ മറ്റോ ആണെന്ന് തോന്നുന്നു. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുമ്പം ഭയങ്കര ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് അവൻ്റെ മുഖത്തോട്ട് നോക്കുമ്പം എനിക്ക് എൻ്റെ മോന് ഏകദേശം ഇപ്പം 1.5 വയസ്സായിട്ടില്ല. എന്നാലും 1 വയസ്സും 3 മാസം മാത്രമേ ഉള്ളൂ. എന്നാലും എനിക്ക് അവൻ്റെ ഒരു മുഖമാണത് ഓർമ്മ വരുന്നത്. നമുക്കിപ്പം അവനെ കാണുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർക്കും, അവൻ്റെ കുഞ്ഞു കൈയും ഒക്കെ എടുത്തിങ്ങനെ വിചാരിക്കും, ദൈവം ഈ കൈയൊക്കെ എങ്ങനെ ഒടിക്കാൻ തോന്നുന്നു, എങ്ങനെ കുഞ്ഞി കാലൊക്കെ അല്ലേ, അവൻ്റെ കാലൊക്കെ പൊള്ളിയിരിക്കുന്നത്, കാലിൻ്റെ അടിഭാഗമൊക്കെ. അപ്പം അത്രയും ക്രൂരമായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ അങ്ങനെ ഒരു കുഞ്ഞിനോട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അമ്മ ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു അമ്മയെന്ന് പറയാൻ പറ്റില്ല. കാരണം മറ്റൊരാളൊരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് സ്വന്തം അമ്മ കാണുമ്പോൾ, സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ആരാണെങ്കിലും അത് റിയാക്റ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യാതിരിക്കാത്രത്തോളം അത് ഒരു അമ്മയല്ല, മറ്റെന്തോ ഒരു നികൃഷ്ട ജീവി എന്നൊക്കെ പറയാം. അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ഒരു തെരുവിൽ കിടക്കുന്ന ഒരു പട്ടിയാണെങ്കിൽ പോലും അതിൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ഒരു രീതിയുണ്ട്, നമുക്കത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്തോ ആയിക്കോട്ടെ, വേണ്ടാന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അമ്മത്തൊട്ടിൽ, പിന്നെ എത്രയോ ആൾക്കാർക്ക് കുഞ്ഞില്ലാത്തവരുണ്ട്, അമ്മത്തൊട്ടിൽ, അങ്ങനെയുള്ള ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അത് നല്ല അറിവുള്ളവരോട് ചോദിച്ച്, അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ പോലും അമ്മത്തൊട്ടിൽ ഡയറക്റ്റ് ഇട്ടിട്ട് പോകുന്ന എത്രയോ പേരുണ്ട്. എത്രയോ നല്ല നല്ല അമ്മമാർക്ക് ആ കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട്, കുഞ്ഞിനെ നോക്കും എന്ന് ഉറപ്പുള്ളവർക്ക്. അപ്പം ഈ ന്യൂ ജനറേഷനായിട്ടുള്ള മക്കൾക്കൊന്നും, അതായത് കുഞ്ഞുമക്കളല്ല, ന്യൂ ജനറേഷൻ 19-20 വയസ്സായിട്ടുള്ള പെണ്ണുങ്ങളെന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ, ഒരു സ്ത്രീ ആയിട്ടുണ്ട്. അപ്പം അവർ അറിയത്തില്ല, ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നു, അതിനെ വളർത്തുന്നില്ല എന്ന പക്വതയില്ലാത്ത അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ അത്രയും കെയറായിട്ട് വളർത്തണം. ഞാനെന്ന് പറയുന്നത്, എനിക്ക് ഒരു മൂത്ത മോളായിരുന്നപ്പോഴും അവൾ ഉണ്ടായപ്പോൾ എനിക്ക് ഏകദേശം ഒരു 21 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കറിയില്ലായിരുന്നു, അവളെ വളർത്തിയിരുന്ന സമയത്ത് ഒരു കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ എനിക്ക് സെക്കൻഡ് ബേബി ഉണ്ടായപ്പം എനിക്ക് 27-28 വയസ്സായപ്പോഴാണ് സെക്കൻഡ് ബേബി ഉണ്ടായത്. അപ്പം അവനായ സമയത്ത് നമ്മളെല്ലാം കെയർ ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഒരു അമ്മയാവാൻ പറ്റിയ ഒരു ഏജ് എന്ന് വെച്ചാൽ, നമുക്ക് കുറച്ചൊരു പക്വത വന്ന ഒരു സമയം അതാണ്. അപ്പം നമ്മുടെ മക്കളെ വളർത്തുമ്പം നമ്മൾ അതനുസരിച്ച് വളർത്തണം. എന്നാലേ ഭാവിയിൽ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട്ലി ആയിട്ടും, അതായത് നമുക്കൊരു ക്യൂറായിട്ട് അവരെ വളർത്താൻ പറ്റത്തുള്ളൂ. പുറത്തുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, അകത്തുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊക്കെ അവർ ഒരു കുടുംബത്തിൽ നിന്നാണ് പഠിച്ചു വരുന്നത്. അപ്പം അങ്ങനെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് ഭാവിയിൽ അവർക്ക് അവരുടേതായ ഒരു ഐഡൻറ്റിറ്റിയും, അവരൊക്കെ എങ്ങനെ അവരുടെ രീതികൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാരണം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം നാട്ടിലില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ പറ്റിയുള്ള ധാരണ ഹസ്ബൻഡിനും വളരെ കുഞ്ഞാണ്. അപ്പം എൻ്റെ 1.5 വയസ്സുള്ള മോന് എന്ത് പറയുന്നു, അപ്പോൾ പുള്ളി അങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവൻ കുഞ്ഞല്ലേ. അപ്പം ഹസ്ബൻഡ് ആ ഒരു രീതിയിൽ കുഞ്ഞായിട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം അങ്ങനെ കാണുന്നവരും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നത്. അപ്പം നമുക്കൊരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദേഷ്യം. നമ്മളാണെങ്കിൽ പോലും കുഞ്ഞൊന്ന് കരയുമ്പോൾ ഉറക്കം വച്ച് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു തലയ്ക്കകത്തൊക്കെ നമുക്ക് എന്തോ ഒരു ഇങ്ങനെ ബ്ലാങ്ക് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അപ്പം നമ്മൾ അതൊക്കെ നമ്മുടെ ടെൻഷന് കാര്യങ്ങൾ, അതായത് നമ്മുടെ ദേഷ്യം എല്ലാം നമ്മൾ ഇങ്ങനെ പിടിച്ചു വെക്കാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതൊക്കെ ഞാൻ ഇപ്പോഴാണത് പഠിക്കുന്നത്. നേരത്തെ എനിക്കത് അറിയത്തില്ലായിരുന്നു. നമ്മളതൊക്കെ ശീലിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം എങ്ങനെ പക്വതയായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളൊരു കല്യാണം കഴിക്കുകയോ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം അതിനെ നോക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയിരിക്കണം. അത് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മ തന്നെ വേണം ഒരു കുഞ്ഞിന് വളരാൻ. അപ്പോൾ എനിക്ക് ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം കാരണം കണ്ണടയ്ക്കുമ്പം ആ കുഞ്ഞിൻ്റെ മുഖമാണ്. അവൻ എന്തൊക്കെ സഹിച്ച് കാണും, എത്രത്തോളം അതിൻ്റെ കൈ ഒടിക്കുകയും കരയുമ്പോൾ തല ഭിത്തിയിലിട്ട് അടിക്കുക എന്നൊക്കെയാണ് ന്യൂസിലൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇടയ്ക്ക് ഇങ്ങനെ പിന്നെ മോൻ മനസ്സിൽ വരുമ്പോഴൊക്കെ ഇതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. അവന് കരയുമ്പം അമ്മേന്നല്ലേ വിളിച്ചത്, അമ്മേന്ന് വിളിച്ചായിരിക്കുമല്ലോ അവൻ കരഞ്ഞത്. ആരും അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. ഇനിയും ഇങ്ങനൊരു കുരുന്നിന്, അതായത് ഇങ്ങനൊരു കുഞ്ഞു ജീവന് ഒരു വിലയില്ലാതെ എത്രയും പെട്ടെന്ന് കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ശിക്ഷ വെച്ച് താമസിക്കാതെ കിട്ടണം എന്ന് തന്നെ പ്രാർത്ഥിക്കുക. അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുഞ്ഞു ജീവനെ നമുക്ക് രക്ഷിക്കാനും പറ്റിയില്ല. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റുണ്ടെങ്കിലോ നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. ഓക്കെ, ബൈ ബൈ, സീ യു.